നിങ്ങൾ അറിഞ്ഞ വാർത്ത, കൊല്ലം തലമുക്കിൽ മെസ്സിയുടെ 101 അടി ഉയരമുള്ള ഫ്ലെക്സ് പൊന്തിയത്രേ. കൗതുക വാർത്തയായി മാധ്യമങ്ങളൊക്കെ മത്സരിച്ച് വാർത്തയാക്കുമ്പം എന്നെ കേട്ടിരിക്കുന്ന പുതിയ തലമുറയിലെ മുത്തുമണികളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു നിമിഷം ഒന്ന് കേൾക്കൂല മക്കളെ. ലക്ഷങ്ങൾ മുടക്കി നമ്മൾ പലയിടത്തും ഫ്ലെക്സ് വെക്കുന്നുണ്ട്. നമ്മൾ ആർക്കു വേണ്ടിയാണോ ഫ്ലെക്സ് വെച്ചത് അവർ പോലും നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഇത് വെക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇഷ്ടക്കുറവുണ്ടാവും. നിങ്ങളുടെ സന്തോഷങ്ങളെ മാനിക്കുന്നു. പക്ഷേ മക്കളെ, ചുറ്റുവട്ടം ഒന്ന് നിരീക്ഷിക്കണേ. വേറൊന്നും കൂടെ പറഞ്ഞല്ല, ഞാൻ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ വാതിൽ തുറന്നപ്പം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ജസ്റ്റിൻ പീറ്ററാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പയ്യനാണ്. എന്തിനു വന്നാണെന്നറിയോ? 27 വയസ്സേ ഉള്ളൂ. 2 കിഡ്നിയും പോയി. കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ജീവിക്കാനുള്ള കൊതി. നമ്മുടെ പ്രായമേ ഉള്ളൂ. 29-30 വയസ്സുള്ള ഒരു പയ്യൻ, നമ്മുടെ പ്രായമുള്ളവൻ ജീവിക്കാൻ വേണ്ടി തൊട്ടോട്ട് ഓടുകയാണ്. അത് കഴിഞ്ഞ് 11 മണിയായപ്പം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ഈ കൂണിപ്പുഴയുടെ താഴെ ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നെ കണ്ട പാടെ അദ്ദേഹം പെട്ടെന്ന് കാല് പിടിക്കാൻ, ഞാൻ പേടിച്ചു പോയി. കാല് പിടിക്കാൻ പോകും. അപ്പം ഞാൻ ഇങ്ങനെ, എന്തേ? 3 മാസത്തെ വാടക കൊടുത്തില്ല. ഇന്നത്തെ ദിവസം വാടക കൊടുത്ത് തീർത്തിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഭാര്യ വികലാംഗയാണ്. നാളെ കൊല്ലം കല്ലുവാതുക്കല മദ്യം ദുരന്തം നടന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് പോവുകയാണ്. ഒരു സുരേഷ് ഏട്ടൻ്റെ 8-9 വയസ്സ് പ്രായമുള്ളൊരു മോള് കരൾ പോയതാണ്. അപ്പം അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്തണം. ഞാനിത് പറഞ്ഞത് ഞാൻ അറിഞ്ഞ സംഭവങ്ങളും ഞാൻ അഭിമുഖീകരിച്ച സംഭവങ്ങളും നിങ്ങളോട് പറഞ്ഞാണ്. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരു നേരത്തെ ഗുളിക മേടിക്കാൻ പൈസ ഇല്ലാത്തവരുണ്ട്. ഇതുപോലെ കിഡ്നി പോയ 100 കണക്കിന് ആളുകൾ നിങ്ങളുടെ പഞ്ചായത്തിലുണ്ട്. എന്തിനേറെ, ഈ വർഷം കുട്ടികൾക്ക് ഒരു ബാഗ് മേടിച്ചു കൊടുക്കാൻ പൈസയില്ലാതെ ഈ സാമൂഹ്യ സംഘടനകളൊക്കെ കൊടുത്ത അതൊരെണ്ണം കിട്ടാൻ വേണ്ടി ഓടി നടന്ന മനുഷ്യരുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ലക്ഷങ്ങൾ പൊട്ടിച്ച് തെരുവീതികളിൽ നമ്മൾ ഫ്ലെക്സ് വെക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? ഈ പ്രയാസവും പ്രതിസന്ധിയൊക്കെ അനുഭവിക്കുന്ന മനുഷ്യന്മാരുടെ സ്ഥാനത്തേക്ക് ഒരു പക്ഷേ നമ്മളൊക്കെ നാളെ വന്നേക്കാം. നമ്മൾ ഈ കളഞ്ഞ പണത്തിനും നമ്മൾ ഈ ചെലവഴിച്ച ഊർജത്തിനുമൊക്കെ നമ്മൾ കണക്ക് പറയേണ്ടി വരില്ലേ? അതായത് നമ്മൾ ഈ പൊടിപിടിച്ച് കളയുന്ന പൈസ ഉണ്ടല്ലോ, പല മനുഷ്യരുടെയും സ്വപ്നങ്ങളാണ്, പല മനുഷ്യരുടെയും കിനാവുകളാണ്. ആ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പല കുട്ടികൾക്കും മാതാപിതാക്കളുണ്ടായേനെ, അമ്മയുണ്ടായേനെ, അച്ഛനുണ്ടായേനെ, ചികിത്സിക്കാൻ പണമുണ്ടായേനെ. ഞാൻ ആലോചിച്ചുപോയി, 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ നമ്മുടെ പ്രായമുള്ള ആൾ, നമ്മൾ തെരുവീതികളിൽ ലക്ഷങ്ങൾ മുടക്കി ഫ്ലെക്സ് വെക്കുമ്പം കൂപ്പുകയുമായി വന്ന് എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പം അവൻ്റെ അതേ പ്രായമുള്ള നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു വേദന ചെറുതല്ല. ഏത് സമുദായമാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, ഏത് ജാതിക്കാരനാകട്ടെ, മനുഷ്യൻ്റെ വേദനകളെല്ലാം തുല്യമാണ്. അതുകൊണ്ട് എനിക്ക് പുതിയ തലമുറയോട് സസ്നേഹം പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഒറ്റപ്പെടുത്താനോ അല്ല. നിങ്ങളിതൊക്കെ വെക്കും, ഇതൊന്നും നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ എടുക്കത്തില്ലെന്നറിയാം. എന്നിരുന്നാലും ഇതൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടമുള്ള മനുഷ്യന്മാരെ ഒന്ന് കാണാനും കേൾക്കാനും നമ്മൾ തയ്യാറാവണം. ഒന്ന് ശ്രദ്ധിക്കണം. ഒരു നേരത്തെ മരുന്നിനെങ്കിലും ഒരു മനുഷ്യന് നമ്മൾ ഉപകാരം ചെയ്താൽ ഒരിക്കലും ദൈവം നമ്മളെ പാഴാക്കത്തില്ല. ഏതെങ്കിലുമൊക്കെ വീണു പോകുന്ന വഴിയിൽ കൈത്താങ്ങായി നമുക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവൂടെ? അതിനപ്പുറത്തേക്ക് മറ്റൊന്നും വേണ്ട നമുക്ക്.